1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതായത് പല രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെല്ലാം ഒരു ശമനം ഉണ്ടാകും, ആശ്വാസം ഉണ്ടാകും. അതുപോലെ തന്നെ ബന്ധന ഭയം, ജയിലിൽ പോകുമോ അല്ലെങ്കിൽ പോലീസ് കേസ് വരുമോ എന്നുള്ള ഭയം മാറിക്കിട്ടും. അതുപോലെ ജയിലിൽ ആരെങ്കിലും കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുന്നതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് വിവാഹം, നല്ലൊരു ജോഡിയെ കണ്ടുപിടിക്കാനും ചിങ്ങമാസത്തിലേക്ക് വിവാഹമോ വിവാഹ നിശ്ചയമോ നടത്താൻ വേണ്ടി തീരുമാനിക്കാൻ സാധിക്കും. അതുപോലെ കുടുംബത്തില് സൗഖ്യവും സമാധാനവും ഒക്കെ നിലനിൽക്കും. അങ്ങനെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. പല കാര്യങ്ങൾക്കും അംഗീകാരം ലഭിക്കും. ഒരു സംരംഭം തുടങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഏതിനായിരുന്നാലും, ലൈസൻസ് ആയിരുന്നാലും മറ്റുള്ള കാര്യത്തിനെല്ലാം ഒരു നല്ല സമയമാണ്. ശ്രമിച്ചാൽ ധനസമൃദ്ധി ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ ദമ്പതിമാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഉള്ള ഒരു വൈരാഗ്യവും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. അതുപോലെ ഭയം, എന്തും ഏതിനെയും കുറിച്ചുള്ള ഒരു ഭയം എന്നുള്ള ഭയവും ഒരു ആകുലാതിയൊക്കെ മാറിക്കിട്ടുന്നു. ഇതെല്ലാം നല്ല കാര്യങ്ങൾ കുറെ നടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഉള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ഏതെങ്കിലും തരത്തില് ടാക്സ് സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിൽ നിന്ന് ചില പേപ്പറുകളൊക്കെ വരാം. അതുപോലെ വീട്, വസ്തുവകകൾ എന്നിവ നിങ്ങൾ പണയപ്പെടുത്തിയാണ് ലോൺ ബലി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, അത് അടവുകൾക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള നോട്ടീസുകളോ ജപ്തി നടപടികളോ ഒക്കെ വന്നെന്നിരിക്കും. അത് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ വസ്തുവകകൾ, വീട്, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനൊക്കെ ആണെങ്കിൽ അതിനെ ടോക്കൺ അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെ കരാറൊക്കെ എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കരാർ ശരിക്കും വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഒപ്പുവയ്ക്കേണ്ടതാണ്. അതുപോലെ ഉപാസനകൾക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രാർത്ഥനകൾക്കൊക്കെ തടസ്സം വരാൻ സാധ്യതയുള്ളതിനാൽ അതെല്ലാം വളരെ ശ്രദ്ധിച്ച് തടസ്സം വരാണ്ട് കഴിയുന്നതും ശ്രദ്ധിക്കുക. അതുപോലെ വീട്ടിലെ മുതിർന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ ഇത്തിരി വയസ്സായ പ്രായം ചെന്ന ആൾക്കാർക്ക് ചില രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർക്ക് വിയോഗം വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യത്തിന്റെ ആനുകൂല്യം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അതിനാൽ എപ്പോഴും എന്തെങ്കിലും പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നടത്തി മുന്നോട്ട് പോവുക ഈ സമയം. ഇനി പൂരാടം നക്ഷത്രക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 16 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ല ഒരു സമയമാണ്. പല സമ്മാനങ്ങളും ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. അത് സ്വർണവും വെള്ളിയും മുതലായ ലോകങ്ങൾ ആഭരണങ്ങളായിട്ടൊക്കെ സമ്മാനങ്ങളായി ലഭിക്കാം. അതുപോലെ തന്നെ വിദ്യാരംഭം കുറിക്കുന്നതിനും തുടർന്ന് മുന്നോട്ട് പോകുന്നതിനും തടസ്സങ്ങളൊന്നും കാണുന്നില്ല. നല്ല നേട്ടങ്ങളെ കാണുന്നുള്ളൂ. ചില രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും അതെല്ലാം വളരെ നിസ്സാരമായിട്ട് ഉള്ളതായിരിക്കും. വലിയ പ്രശ്നങ്ങളായിട്ട് ഒന്നും കാണുന്നില്ല, ഗുരുതരമാകുന്നില്ല. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ട വാഹനം കുടുംബത്തിൽ വന്നു ചേരുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ വീട് ലഭ്യമാകുന്നതിന് യോഗമുണ്ട്. അച്ഛനും അമ്മയും കൂടി, ചില പുരാണ നക്ഷത്രക്കാരുടെ അച്ഛനും അമ്മയും കൂടി വഴക്കുകൂടി അകന്നു താമസിക്കുന്നതിനും ചിലർ എന്നേക്കുമായി ബന്ധം വേർപെടുത്തി പിരിഞ്ഞു പോകുന്നതിനും ഒരു സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. കുടുംബത്തിൽ ചിലർക്ക് ധനവും ഭൂമിയും ഒക്കെ കിട്ടുന്നു. അത് കുടുംബ സ്വത്ത് ഭാഗം വെച്ചോ അല്ലാതെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കൃഷി മേഖലയിൽ നിന്നും കുടുംബത്തിന് ധാരാളം ഗുണങ്ങൾ ഉണ്ടാകുന്നു. ആരുമായിട്ടും ഈ സമയം വഴക്കിനോ ബഹളത്തിനോ തർക്കത്തിനോ ഒന്നും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാമ്പത്തികമായും മാനസികമായിട്ടൊക്കെ പല പ്രയാസങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. 16 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് ചിലർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ധനത്തിന് ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. സ്വന്തം നാട്ടിൽ നിന്നും താമസം മാറി അന്യദേശത്തേക്ക് സ്ഥിരതാമസമാക്കാനും ചിലർക്ക് യോഗം കാണുന്നുണ്ട്. വാഹന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടാകാം. എങ്കിലും ചിലർക്ക് തുടർ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ സാധിക്കുന്നു. കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ചില കുറവുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും
എന്തെങ്കിലും കോടതി കേസുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പരാജയ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് കുറച്ചുകൂടി നീട്ടിവെക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ചിലർ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ അവർക്ക് കൂടുതൽ പ്രാവീണ്യം നേടുന്നതിന് വനമേഖലയിലൊക്കെ സഞ്ചരിക്കുന്നതിന് അവർക്ക് ഒരു യോഗം കാണുന്നുണ്ട്. ചിലർക്ക് ചില അസുഖങ്ങൾ വരാം. ആയതിനാൽ വൈദ്യസഹായം തേടുക നല്ലതായിരിക്കും. കാരണം ഈ സമയമൊക്കെ ചിലപ്പം അസുഖം കൂടുതലാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വൈദ്യസഹായം ആരംഭത്തിലെ തേടിയിരുന്നാൽ വളരെ ആശ്വാസമായിരിക്കും. 22 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം ഇതിൽ ചിലർ നേടിയിട്ടുണ്ടാകും. അവർക്ക് മികച്ച രീതിയിലുള്ള തൊഴിൽ അവർക്ക് ലഭ്യമാകുന്നു. അതുപോലെ ചിലർക്ക് തൊഴിലിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതിനാൽ ആ തൊഴിൽ ഉപേക്ഷിച്ച് വേറൊരു തൊഴിൽ അന്വേഷിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഭൂമിയും വളർത്തുമൃഗങ്ങളും ലഭ്യമാകുന്ന ഒരു സമയമാണ്. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും ഈ സമയം യോഗം കാണുന്നുണ്ട്. സർക്കാർ ജോലിക്ക് ഭാഗ്യം കാണുന്നു. ശത്രുവർദ്ധന ഉണ്ടാകാം. ആയതിനാൽ ഈ സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുവാനും ഇതുമൂലം സാധ്യമാകുന്നതാണ്. വാഹനം വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. നാട്ടിൽ നിന്നും മാറി അകലെ വസിക്കുന്നതിനൊരു യോഗം കാണുന്നുണ്ട്. ദൂരെയായിരിക്കും പിന്നീട് ലഭിക്കുന്ന ജോലി. രോഗത്തിന് നിവൃത്തി വരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ഉണ്ടെങ്കിൽ അതിനൊക്കെ ശാന്തി വരുന്നു. പ്രവൃത്തി സ്ഥലവും വീടും ഉപജീവന മാർഗം എല്ലാം ഒത്തുചേരി പോകുന്നതായിട്ടാണ് കാണുന്നത്. പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നു. തസ്കരന്മാരെ ശ്രദ്ധിക്കുക. കാരണം പലതും മോഷണപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതിനാൽ വളരെ നല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം സൂക്ഷിക്കുക. സ്വർണവും മറ്റു വിലപ്പെട്ട ലോഹങ്ങളും സമ്മാനമായി ഇട്ട് ലഭിക്കുകയോ അല്ലാതെയോ ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാനും സാധിക്കുന്നു. ഉറ്റ മിത്രങ്ങളിൽ ആരുടെയെങ്കിലും വിയോഗം വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 32 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ചിലർക്ക് അത്യാവശ്യമായി ചില സർജറികൾ വേണ്ടി വന്നേക്കാം. കേസുകൾ ഉണ്ടെങ്കിൽ വിജയം ലഭ്യമാകാം. ചതി, വഞ്ചന എന്നിവ ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തർക്കത്തിൽ ജയിച്ചാൽ, അതായത് കോടതിയിലെ ഭൂമിയോ പണം സംബന്ധിച്ചോ ഉള്ള കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിജയം ലഭിക്കുന്നതാണ്. അതുപോലെ തീപ്പൊള്ളൽ, ഇലക്ട്രിക്കൽ ഷോക്ക് എന്നിവ മൂലം പൊള്ളൽ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വീട് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ചിങ്ങമാസത്തിൽ അവർക്ക് വീട് പാല് കാച്ചാനും സാധിക്കുന്നു. സൈന്യത്തിലാണ് തൊഴിലെങ്കിൽ യുദ്ധത്തിൽ ജയിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതായത് യുദ്ധം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യങ്ങളായിരിക്കാം, അതിന് അന്വേഷണങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും അതിൽ വിജയ സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യത്തിലും വിവേകപരമായ ബുദ്ധിയോടെ വേണം കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. 39 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ചുരുക്കം ചില ആൾക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം. ചിലർക്ക് ശരീരത്തിന് ഒടിവ്, ചതവ് എന്നിവ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്ക് അതുമൂലം എന്നേക്കുമായി ഒരു വികലാംഗത്വം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. കാരണം കാലിൽ ഓപ്പറേഷൻ നടക്കുന്നതിനും അതൊക്കെ സ്റ്റീൽ അങ്ങനെയുള്ള വസ്തുക്കൾ കാലിൽ അകത്ത് വയ്ക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതിയാകും. എന്തായിരുന്നാലും ഈ പ്രായത്തിനിടയിലും സന്തോഷിക്കാനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട്. ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെയും വസ്തുക്കളിൽ നിന്ന് ഉപദ്രവം വരാതെയും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇഷ്ടപ്പെട്ട വാഹനം ഇവിടെയും സ്വന്തമാക്കാൻ ഒരു യോഗം കാണുന്നുണ്ട്. അതായത് ജലാശയങ്ങളിൽ ഇറങ്ങി കുളിക്കുമ്പോഴോ കളിക്കുമ്പോഴോ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ സമയം ജലത്തിൽ വെച്ച് ഒരു അപകടം വരാൻ സാധ്യത കാണുന്നുണ്ട്. 57 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിൽ നിന്നും ഉള്ള വരുമാനം കുറഞ്ഞു തുടങ്ങുന്ന ഒരു കാലമാണ്. ക്രമേണയായിട്ട് കുറയാം. പിന്നീട് അത് പുരോഗതിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഒരു തൊഴിൽ സ്വീകരിക്കാവുന്നതാണ്. എങ്കിലും സാമ്പത്തിക നേട്ടം ഇവർക്ക് പല വഴികളിലൂടെയും ലഭ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. മുൻകാലങ്ങളിലെ കഷ്ടതകൾക്കെല്ലാം ആശ്വാസം ലഭിക്കുന്നു. ധനനേട്ടവും ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. മദ്യപാനത്തിനും മറ്റു ലഹരിക്കും അടിമയാകാനുള്ള സാധ്യത കൂടുതലായിരുന്നാൽ അതിനെല്ലാം ഒഴിവായി വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. ജീവിതം തകരാറാവാതെ പോകാൻ സഹായിക്കും. ആത്മീയതയിലേക്ക് ചില പൂരാട നക്ഷത്രക്കാർ പിരിയുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് അംഗീകാരങ്ങളും അവാർഡുകളും ലഭിക്കുന്നു. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് ഇവർക്ക് ഭാഗ്യമുണ്ട്. ചിലർക്ക് കോടതി കേസുകൾ ഉണ്ടാകാമെങ്കിലും വിജയം ഇവർക്ക് തന്നെ ആയിരിക്കും.
ആയുധങ്ങളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകാമെന്നതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് ചിലർക്ക് വാദം പോലുള്ള രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും മാറി താമസിക്കാം. പാപകർമ്മങ്ങൾ ചെയ്യരുത്, അത് കൂടുതൽ ദുരിതമുണ്ടാക്കുന്നതിന് സാധ്യമാകുന്നു. അശുഭകരമായ സ്വപ്നങ്ങൾ അടിക്കടി കാണേണ്ടതായി വന്നേക്കാം. അങ്ങനെ കൂടുതൽ സ്വപ്നങ്ങളാണ് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഒരു സ്വപ്നം വിശകലനം പഠിച്ച ഒരു ജ്യോതിഷ പണ്ഡിതനെ സമീപിച്ച് അതിനെ വിശകലനം ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലർക്ക് ഈ സമയം വിദേശവാസം കാണുന്നുണ്ട്. ചിലർക്ക് വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ്. വ്യവസായം നടത്തുന്നവർക്കും വ്യാപാരികൾക്കും നല്ലൊരു സമയമാണ്. ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങൾക്ക് ചില രോഗങ്ങൾ വരുവാൻ സാധ്യത കാണുന്നുണ്ട്. കാര്യങ്ങൾക്ക് തടസ്സമോ പരാജയമോ ഉണ്ടാകില്ല. അശുഭകരമായ ചില കാര്യങ്ങൾ നടക്കുന്നതായി നിങ്ങൾക്കൊരു ഭയം ഉണ്ടാകാം. അതിൽ ഒരു കാര്യം കാണുന്നില്ല. ജീവിതം ഒരുവിധം സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇനി പറയാനുള്ള കാര്യം, ഗുരു ആദിത്യ യോഗം നടക്കുന്നതിനാല് നേതൃത്വപാഠം, അതായത് രാഷ്ട്രീയത്തിലേക്ക് പൊതുപ്രവർത്തനത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് തുടക്കം കുറിക്കേണ്ട ഒരു സമയമാണിത്. നല്ലൊരു സമയമാണ്. കാരണം അങ്ങനെയുള്ള ഒരു യോഗമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അറിവ് സമ്പാദിക്കാൻ ഏതെങ്കിലും ചെറിയ കോഴ്സായിരുന്നാൽ പോലും ഒരു അറിവ് സമ്പാദിച്ചാൽ വളരെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു യോഗം മൂലമാണ് അത് സംഭവിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് എന്താകണമോ ഏതായി തീരണമോ എന്ന മനസ്സിലെ ആഗ്രഹം, നിങ്ങളുടെ അംബിഷൻ, അത് നിങ്ങൾ ബുദ്ധിപൂർവം ആ വഴിക്ക് നീങ്ങിയാൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. ചില വ്യക്തികളെയൊക്കെ, അതായത് ഈ പൊതു താല്പര്യത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന വ്യക്തികളെ വലിയ വലിയ നേതാക്കന്മാരാക്കി മാറ്റാനും ഈ യോഗത്തിന് കഴിവുണ്ട്. മികച്ച ധാർമ്മിക ബോധവും മനുഷ്യരിൽ ഉണ്ടാകുന്നു. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മീയതയിൽ ചില ആശയക്കുഴപ്പങ്ങൾ വരുന്നതിന് ഭക്തജനങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൈവിക ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ദൈവത്തിലും ഉള്ള വിശ്വാസം അവർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാം. ദൈവം ഉണ്ടോ എന്നും മതഗ്രന്ഥങ്ങളിൽ പറയുന്നതൊക്കെ സത്യമാണോ എന്നുമുള്ള ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങൾ, ഏത് തരത്തിലുള്ള ബന്ധങ്ങളിലായിരുന്നാലും മിഥ്യാധാരണ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതായത് തെറ്റിദ്ധരിക്കപ്പെടുന്നു. അത് ഒരു ശരിയുള്ള ധാരണയല്ല, എന്നാലും അങ്ങനെ വരുന്നത്. പരസ്പരം ഒരു വിശ്വാസമില്ലായ്മ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ ഒരിക്കലും നടക്കാത്ത, യുക്തി ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ചിലരെയും കാണാൻ സാധിക്കുന്നു. അതുപോലെ വ്യക്തിപരമായ ബന്ധങ്ങളിലും ചില വിള്ളലുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. ആത്മീയതയിൽ നിന്നും മനുഷ്യൻ, ഭക്തജനങ്ങൾ അകന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുണ്യ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യാനും സാധ്യതയുണ്ട്. ചില കപട ആചാര്യന്മാർ മോശമായി അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം മതഗ്രന്ഥങ്ങളെ കുറിച്ച് നടത്തുന്നത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അത് ഏതായാലും ഭക്തജനങ്ങൾക്കൊരു നല്ല കാലമല്ല ഈ കർക്കിടക മാസം എന്നേ പറയാൻ പറ്റൂ. ഞാനിവിടെ ഈ പറഞ്ഞതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.